എല്ലാ പ്രിയപ്പെട്ടവർക്കും ജസ്റ്റ് റിലാക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സീനിയർ ഫോട്ടോഗ്രാഫർ MK മോഹനൻ. ചിലപ്പോൾ നിങ്ങൾക്ക് പേര് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ സത്യൻ അന്തിക്കാടിന്റെ മിക്ക സിനിമകളിലും ഏതെങ്കിലും ഒരു പാട്ട് സീനിൽ നമുക്ക് ഇദ്ദേഹത്തെ കാണാൻ പറ്റും. സീനിയർ ഫോട്ടോഗ്രാഫറായ MK മോഹനന്റെ ജയനെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ജയന്റെ ഫോട്ടോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിക്കുന്ന ഒരു ഫോട്ടോയാണ് ജയൻ 2 പുലിക്കുട്ടികളെ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്ന ഒരു ചിത്രം. അക്കാലത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നു. കലണ്ടറുകളിലൊക്കെ ഈ ഒരു ഫോട്ടോ ആ കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോയെ കുറിച്ചുള്ള പിന്നാമ്പുറ കഥകളാണ് MK മോഹനൻ ഓർത്തെടുക്കുന്നത്. ഒരു സന്ധ്യയിൽ നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് മദ്രാസിലെ സത്യ സ്റ്റുഡിയോയുടെ പടികൾ കയറി ജയൻ വന്നത്. വെളുത്ത പാന്റും പൂക്കളുമുള്ള ഹാഫ് സ്ലീവ് ഷർട്ടായിരുന്നു അദ്ദേഹത്തിന്റെ വേഷം. ആ വേഷത്തിൽ ഉറച്ച കാൽവെപ്പുകളോടെ കടന്നു വരുന്ന അദ്ദേഹത്തെ കാണാൻ ഒരു പ്രത്യേക ചന്തം തന്നെയായിരുന്നു. വിജയാനന്ദിന്റെ ആവേശം എന്ന സിനിമയുടെ ചിത്രീകരണമായിരുന്നു അപ്പോൾ സത്യ സ്റ്റുഡിയോയുടെ ഒരു ഫ്ലോറിൽ നടന്നിരുന്നത്. ചിത്രത്തിൽ ജയൻ ഡബിൾ റോളിലായിരുന്നു. സിനിമാസ്കോപ്പിൽ വൻ സെറ്റപ്പോടെ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു ആവേശം. MN നമ്പ്യാർ, KP ഉമ്മർ, ഷീല, ജയമാലിനി, സിലോൺ മനോഹർ, ഗോവിന്ദൻകുട്ടി, കുഞ്ചൻ തുടങ്ങിയവരൊക്കെ ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. സംഘടനകളും തകർപ്പൻ പാട്ടുകളുമൊക്കെയായി ഒരു കിടിലൻ ആക്ഷൻ ചിത്രം. ഞാനായിരുന്നു ആവേശത്തിന്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. ഹരിഹരൻ സാറിന്റെ ശരപഞ്ചരമൊക്കെ കഴിഞ്ഞ് ജയൻ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കാലമാണത്. പടികൾ കയറി വരുന്ന ജയനെ കണ്ടപ്പോൾ ആ കോസ്റ്റ്യൂമിൽ അദ്ദേഹത്തിന്റെ കുറച്ച് പടങ്ങൾ എടുക്കണമെന്ന് തോന്നി. എന്റെ ആഗ്രഹം അപ്പോൾ തന്നെ ജയനെ അറിയിച്ചു. പിന്നെന്താ മോഹൻ, എടുത്തോളൂ എന്ന മറുപടി പെട്ടെന്ന് വന്നു. ആവേശം സിനിമയുടെ ഏറെ ഭാഗങ്ങളുടെയും ചിത്രീകരണം കാടുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു. പുലിയും കരടിയും ഒക്കെയായി ജയൻ ഏറ്റുമുട്ടുന്ന രംഗങ്ങളും ചിത്രത്തിലുണ്ടായിരുന്നു. കാടിന്റെ ചില ഭാഗങ്ങളെല്ലാം സത്യ സ്റ്റുഡിയോയിൽ സെറ്റിട്ടാണ് ചിത്രീകരിച്ചിരുന്നത്. കാട്ടുജാതിക്കാരുടെ ഒരു നൃത്തവും ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്. നമ്പി അമ്പതി മലനിരയിൽ എന്ന് തുടങ്ങുന്ന സിലോൺ മനോഹരും കൂട്ടരും ചേർന്നുള്ള ഒരു ഗാനരംഗത്ത് ജയനും 2 പുലിക്കുട്ടികളുമുണ്ട്. പാട്ട് സീൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ജയന്റെ അരികിൽ വന്ന് ചോദിച്ചു, നമുക്ക് കുറച്ചുകൂടെ ഫോട്ടോസ് എടുത്താലോ എന്ന്. ചോദിക്കേണ്ട താമസം മോഹൻ പറഞ്ഞോളൂ, ഞാൻ റെഡിയാണ് എന്ന് ജയൻ പറഞ്ഞു. ഗാനരംഗത്തിൽ പുലിക്കുട്ടികളെ ഇരുത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു പുലിയുടെ അടുത്തിരിക്കുന്ന ജയന്റെ കുറച്ച് ചിത്രങ്ങൾ വേണമെന്ന്. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനായി ജയൻ വന്നു. ആവേശത്തിന്റെ പോസ്റ്ററിൽ ഉപയോഗിക്കാൻ വേണ്ടി ചില ആക്ഷൻ രംഗങ്ങൾ ജയൻ കാണിച്ചു. ഓരോ തവണയും അദ്ദേഹം ചോദിച്ചു, ഇങ്ങനെ മതിയോ എന്ന്. ഒരു സൂപ്പർ താരമാണ് താനെന്ന ഒട്ടും ഭാവമില്ലാതെ ജയൻ സഹകരിച്ചു. ഇനി പിന്നെ എടുക്കാമെന്നൊരിക്കൽ പോലും അദ്ദേഹം പറഞ്ഞില്ല. ഒടുവിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു നല്ല സ്റ്റിൽ എനിക്ക് കിട്ടി. പുലിയോടൊപ്പമുള്ള ഒരു ഫോട്ടോ കൂടി വേണമെന്ന് ഞാൻ പറഞ്ഞു. തീരും മുമ്പേ ജയൻ 2 പുലിക്കുട്ടികളെയും വാരിയെടുത്തു. ഒരെണ്ണത്തിനെ ഒക്കത്ത് ചേർത്ത് പിടിച്ചു. മറ്റൊന്നിനെ മുയൽ കുഞ്ഞിനെ തൂക്കിയെടുക്കും പോലെ ഒരു കൈയിൽ തൂക്കിയെടുത്ത ശേഷം അതിന്റെ മുഖത്തേക്ക് നോക്കി നിഷ്കളങ്കനായ ഒരു കുഞ്ഞിനെ പോലെ പുഞ്ചിരിച്ചു. ആ ചിത്രം ക്യാമറയിൽ പകർത്തിയപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു. അത്ര നിസ്സാരമായിട്ടാണ് ജയൻ അത് ചെയ്തത്. ആവേശത്തിന്റെ പോസ്റ്ററിൽ ആ പടം നിറഞ്ഞു നിന്നിരുന്നു. വിരലിലെണ്ണാവുന്ന ചിത്രങ്ങളിൽ മാത്രമേ എനിക്ക് ജയനോടൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും ആ അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് ജയൻ എന്തുകൊണ്ടും ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നതാണ്. ഒട്ടും അഹങ്കാരമില്ലാത്ത ആ നടൻ സെറ്റിൽ എല്ലാവരോടും വലിയ സ്നേഹത്തോടെയായിരുന്നു ഇടപെട്ടതും. വേർപാടിന്റെ 40 വർഷം കടന്നു പോകുമ്പോഴും എന്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് സത്യ സ്റ്റുഡിയോയുടെ പടികൾ കയറി വരുന്ന ജയന്റെ ചിത്രമാണ്. പിന്നെ വെളുത്ത പാന്റും പൂക്കൾ നിറഞ്ഞ ഷർട്ടുമിട്ട് പുലിക്കുട്ടികളെ എടുത്തു ചിരിക്കുന്ന ഞാൻ പകർത്തിയ ആ ചിത്രവും. ജയനെ പോലെ ആ ചിത്രത്തിനും എന്റെ മനസ്സിൽ മരണമില്ല. മോഹൻ പറഞ്ഞു നിർത്തി. കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്തുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.